ഇതിപ്പോൾ ഈ ചെയർ ഞാൻ നോക്കിയത്, പക്ഷേ ഈ ചെയറിന് ഏകദേശം 9 കിലോ വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 7-7.5 കിലോയെങ്കിലും വേണം. ഇതോട്ടും പൊങ്ങുന്നില്ല എന്നെക്കൊണ്ട് പൊക്കിയില്ല. പിന്നെ വീഡിയോയ്ക്ക് അതങ്ങനെ ഞാൻ കാണിക്കും. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമുക്ക് ചെയർ പോയി മേടിക്കണം. ഒരു 7-8 കിലോയുടെ ചെയർ നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി. പെട്ടെന്ന് ആണോടെ ചെയ്യാൻ അതെന്തോ കിറുക്കിയോടെ കിടക്കുന്നത്. ഒടുക്കത്തെ വിശ്രമമാണെന്ന് തോന്നുന്നു ഇവിടെ. കിറുക്കി ഉണന്ന് പിടിക്കുന്നില്ല. ഞാൻ വിളിച്ചത് പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ പോയിട്ട് നമുക്ക് പാക്കേജ്ഡ് വാട്ടർ എടുത്തുകൊണ്ട് വരാം. പുതിയ വെള്ളത്തിന്റെ ബോട്ടിലിന്റെ സ്റ്റോക്ക് വന്നല്ലോ ഇവിടെ. അപ്പൊ കടയിൽ പോവാണോ? അതൊക്കെ ഒന്നും പറ്റത്തില്ലല്ലോ, മണ്ണ് പറ്റുമായിരിക്കും. ഞാൻ കിടന്നുറങ്ങിയത് 6:30 മണിക്കാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കേട്ടാ. എന്നിട്ട് എനിക്ക് ഉറക്കം കറക്റ്റ് ആയിട്ടില്ല. പാവിക്കണ്ട, എന്തായാലും കടയിൽ പോ. കടലിന്റെ കാലേ വരെ പുള്ളി എന്താ ഇപ്പൊ വെറുതെ അവരെ വഴക്കിട്ട് ഓടിച്ചിട്ട് പിന്നെ ഇത് വിളിക്കുന്ന. എനിക്ക് ഒടുക്കത്ത് ഉറക്കം വരും. അവിടെ ചെന്നിട്ട് ചേരൊക്കെ പൊക്കി നോക്കണം. ഇന്നൊക്കെ ശരിയായിട്ടില്ല. വെറും വെളുപ്പിനെ 6-6:30 ആയിരുന്നു ഞാൻ എഡിറ്റ് ഒക്കെ ചെയ്ത് തീർത്തത്. 2 കൊറിയറും കൂടി വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. അൺബോക്സിംഗ് വിത്ത് അർജുൻ MP. ഇതെന്തോ ആണ്, വെയിറ്റ് കുറവാണല്ലോ. ഇത് തുണിയായിരിക്കും. ഇത് ഗോഗിൾസ് ആണെന്ന് തോന്നുന്നു. നല്ല വില കൂടി ഒന്ന് മേടിച്ചു. നല്ല പാക്കേജിങ് അല്ല, പ്ലാസ്റ്റിക് പാക്കേജിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീഡോയുടെ ഒറിജിനലാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ വേർഷൻ വാങ്ക്വിസ് 2.0 ഇത് വെച്ച് കാണിക്കുന്നത്. എങ്ങനെയുണ്ട് കാണാൻ? നേരത്തെ ഒരു ടിൻഡ് ഉണ്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ടിൻഡ് വേണ്ട. ടിൻഡുള്ളപ്പോൾ ആ സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ ഒരു കളറാണ്. എനിക്ക് കളർ വേണ്ട, എനിക്ക് നോർമൽ കളർ കാണാൻ ഇഷ്ടം. ഞാൻ നേരത്തെ മറിച്ചായിരുന്നു ഇട്ടത്. അപ്പോൾ ഞാൻ ഒരു മാറ്റ് സയൻറ്റിസ്റ്റ് കണക്കൊരു ലുക്കായിരുന്നു. ഇപ്പോഴും മാറ്റ് സയൻറ്റിസ്റ്റ് ലുക്കാണ് ഈ മുടിയൊക്കെ കാരണം. അത് കുളിച്ച് കഴിയുമ്പോൾ സെറ്റാകും. പിന്നെ ക്യാപ്പൊക്കെ ഇല്ലേ. ഇതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ സാധനം. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തുവാണെന്ന്. പിന്നെ മനസ്സിലായത് നോസ് ബ്രിഡ്ജ് ആണെന്ന് ഈ സാധനം. അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്യണം. അതിപ്പോൾ എൻ്റെ വലിയ മൂക്കായതുകൊണ്ട് എനിക്കിത് ഈ വലിയ ഒരെണ്ണം വെക്കാം. പക്ഷേ ഒരു ചെറിയ ഡൗട്ട് ഇതില്ല, അവിടെ ഒടിഞ്ഞു പോകാൻ അവസാനം ഞാൻ കൈവച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റാം. എനിക്ക് കുറച്ച് പ്രഷർ വേണ്ടി വന്നാലൊന്ന് ഊരി വന്ന് പൊട്ടിയെന്നാണ് വിചാരിച്ച്. ഇതിപ്പോൾ ഊരിയതായിരുന്നു. ഇത് ഏത് വലുത് ഇതാണ്? രണ്ടും ഒരേ സൈസ് അല്ലല്ലോ. ഇത് വലുത് ഇതേത്തില്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ പാക്കേജിലെന്തോ ഇതും സ്പീഡാണല്ലോ. സ്പീഡോടെ ഈ ഷോർട്സ് ആണിത്. ഇത് കൊള്ളായിരിക്കും. കറക്റ്റ് ഫിറ്റാണെന്ന് ഇട്ട് നോക്കട്ടെ. ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ ലെങ്ത് പോരുന്നു, പക്ഷെ ഇട്ട് കഴിയുമ്പോൾ നീണ്ടു വരും. അതുകൊണ്ട് കാണാൻ കൊള്ളാം. എൻ്റെ കാലിന് നല്ല വലിപ്പമുള്ളതുകൊണ്ട് കാണുന്നല്ലേ. കുറെ നാളുകൾക്ക് ശേഷമാണ് പോലെ സ്വിമ്മിങ്ങിന് ഇപ്പോൾ ഫുൾ വേറെ ഇട്ടിരിക്കുകയാണ്. എൻ്റെ ഹെഡ് ഗിയർ ഓൾറെഡി എനിക്ക് ഉള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അച്ഛൻ കാക്കയ്ക്ക് വേണ്ടി ഇവിടെ മിക്സർ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ കാക്കയൊന്നും കഴിച്ചിട്ടില്ല. ചെയറിനും വില, വീഡിയോയ്ക്കും വില, ഒടുക്കത്തെ വില എല്ലാം കൂടി എന്തായാലും പോട്ടെ. ആ ഡിസൈൻ വർക്ക് കണ്ട വെറും യുണീക്ക് അല്ലേ ഡിസൈൻ. അമ്മത്ത് അയൽക്കട വെറുതെ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അമ്മ പോവാമ്മ. എന്ത് പോവാന്ന്? ഇറങ്ങുമല്ലേ അമ്മ? കൊള്ളാം. എപ്പോൾ ഇവിടെ വന്നാലും അമ്മയ്ക്ക് ഒടുക്കത്തെ ബിസിയാണ് അമ്മ. ഒരു കാര്യം സമയത്ത് നടക്കത്തില്ല. പിന്നെയും ഒരു മോന്റെ സ്വർണ്ണം ഓഫർ ചെയ്യാൻ എൻ്റെ പൈസ ഇല്ല. കഷ്ടമല്ല അല്ല. ഇപ്പൊ ഞാൻ പിന്നെ ഇവിടെ പോസ്റ്റ് അമ്മ തയ്ക്കാൻ പോവാണ്. അതൊക്കെ അമ്മയ്ക്ക് അറിയാതാ? വലിയ കാര്യമായിട്ട് വലിയ പുള്ളി. അമ്മ വരൂ. പോവാം. കൊള്ളാം അമ്മ, കൊള്ളാം. അപ്പം എന്നെ പൊട്ടനാക്കിയതാണല്ലോ. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് അവസാനം കൊണ്ടുപോകുന്ന സ്ഥലത്ത് ചെയറിന്റെ പോലും അല്ല. അമ്മ എന്താ പത്രം മേടിക്കാൻ വന്ന? പത്രം മേടിക്കാൻ വന്നു. 13 പത്രം മേടിച്ചു. കൊള്ളാം. അമ്മ ഇവിടെ ചെയർ മേടിക്കുന്നു പറഞ്ഞു വന്നല്ലേ? ചെയർ അതിന്റെ അപ്പുറത്തോട്ട് പോകാം. ഇപ്പൊ ചെയറിന് പോകാം. ടൈമിങ് വന്നോണ്ട് ഇത് കിട്ടി. ഇപ്പൊ ഇവിടെ തീർന്നേ. തടിമില്ലാണല്ലോ അമ്മ കൊണ്ടുവന്നത്. ഇവിടുന്ന് ഇപ്പൊ തന്നെ അറുത്ത് തരുവേന്. ഇതിപ്പോൾ ഈ ചെയർ ഞാൻ നോക്കിയത്, പക്ഷേ ഈ ചെയറിന് ഏകദേശം 9 കിലോ വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 7-7.5 കിലോയെങ്കിലും വേണം. ഇതോട്ടും പൊങ്ങുന്നില്ല എന്നെക്കൊണ്ട് പൊക്കിയില്ല. പിന്നെ വീഡിയോയ്ക്ക് അതങ്ങനെ ഞാൻ കാണിക്കും. ഞാൻ 7 കിലോയുടെ ഉണ്ടാക്കി തരാൻ ചേട്ടനെനിക്ക് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞൊരു 2 ദിവസത്തിനുള്ളിൽ. എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് റൗണ്ട് കാലുള്ളതാണ്. പിന്നെ പിടിക്കാൻ കുറച്ചൊരു സിമ്പിളാണ്. ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. എൻ്റെ തല ചെറുതായിട്ട് നേരെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 6:30 ആയപ്പോഴാണ് കിടന്നത്. അത് പിന്നെ എഴുന്നേറ്റതും കുറച്ച് നേരത്തെ തന്നെ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വേദനയുണ്ട്. ചിലപ്പോൾ ജിമ്മ് മിസ്സാവാൻ ചാൻസ് ഉണ്ട് എനിക്ക്. ഞാൻ പറയാം അവന് സൈക്കിൾ ചവിട്ടാൻ വേണം. എൻ്റെ ഇവിടെ വീട്ടിലിരിക്കുന്നു. നേരത്തെ വഴി വെച്ച് കണ്ടപ്പോൾ അതിനൊക്കെ ചോദിച്ചാൽ സൈക്കിൾ ചവിട്ടാൻ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് ദിവസം ആയിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ പോകുമായിരുന്നു. സൈക്കിളിന് സർവീസും ചെയ്യണം. ഈ ചെയിൻ ഷിഫ്റ്റ് ചെയ്യുന്നതൊന്നും വലിയ സ്മൂത്ത് അല്ല. കുറച്ച് ദിവസമായി. എന്താണ് ആ മൂലക്ക് കയറി നിൽക്കുന്നത്?
നിനക്ക് ഇരിക്കാൻ ഹൈറ്റ് കൂടുതലാണോ? നീ വലിഞ്ഞിരുന്നോളൂ, എനിക്കറിയാം. അവൻ കൊണ്ടുപോയിട്ടുണ്ട്, കുറച്ച് നേരം വരും. കിറുക്കി നീ എല്ലാ കാലത്തും ഇങ്ങനെ ഉറങ്ങിയാൽ മതി കേട്ടോ, വേറെ പണിയൊന്നും ഇല്ല. വല്ലപ്പോഴും അവിടെ പോയിട്ട് കുറച്ച് പൈസക്ക് എല്ലിനെയൊക്കെ പിടിച്ചു കൊടുക്കുക. അവിടെ എനിക്ക് പൈസ ഉണ്ടെന്നാൽ മതി, ഇത്രയോട്ടൊന്ന് വന്നാൽ മതി. നിനക്ക് എന്തോ വേണ്ടത്? നിനക്ക് ചിലവ് വേണമെന്നല്ലേ നീ പറഞ്ഞത്, ഇപ്പോൾ വേണ്ടേ? പറയുന്നില്ലേ ഇപ്പോൾ? ഈ മാസം എനിക്ക് കുറച്ച് തിരക്കാം, നമുക്ക് അടുത്ത മാസം ഞാൻ നിങ്ങൾ വഴി വെച്ച് കാണാം. അപ്പോൾ ഞാൻ കിറുക്കിടുക്ക് പറഞ്ഞായിരുന്നു എലിനെ പിടിച്ചിട്ട് പൈസ കൊണ്ടുവരാൻ. കിറുക്കി ഇപ്പോൾ ഒരു എലിനെ പിടിച്ചിട്ടുണ്ട്, എൻ്റെ കൈയുടെ പുറകില്ലാതെ ബ്ലഡ് ആണെന്നത് അവിടെ. കിറുക്കി വെറും ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റാ, കണ്ട അപ്പം തട്ടും. കണ്ടൻ പൊട്ടനാ, അവനെ കൊണ്ട് കഴിവില്ല. അപ്പം തലവേദന ചെറുതായിട്ട് മടിയായിരുന്നു, ഞാൻ പോകുന്നില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ പോവാണ്. എൻ്റെ മൈൻഡ് എന്ന് പറയുന്ന ഒട്ടും വിട്ടുകളാത്ത ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ എന്തായാലും ചെയ്യും. എന്നെ കൊണ്ട് ഒട്ടും പരത്തില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ, ഞാൻ ഒടുക്കത്തെ ബിസി ആയിപ്പോയി. ഇപ്പോൾ വീട്ടിൽ ഇരിക്കുവാണ് ഞാൻ. പിന്നെ അമ്മ ആഹാരം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഇത്ര മീൻ, ഏത് മീനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇത് ഏത് മീനാണെന്ന് ചോദിക്കരുത്, എനിക്ക് രണ്ട് മനസ്സിലാവുന്നില്ല, തലേന്നും കാണാത്തതുകൊണ്ട്. അപ്പോൾ ഇതെന്തായാലും ഞാൻ പോൾ ചെയ്ത് തീർക്കട്ട്. ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. കൊള്ളാം. അതായത് നിന്റെ വീഡിയോ ഇത്രയുള്ളടാ, ആളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്. ആ മീൻ കൊള്ളത്തില്ലടേ. ആദ്യത്തെ ഒരു കടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചു വന്നപ്പോൾ അതിന് വലിയ ടേസ്റ്റ് ഇല്ല. വറുത്ത ഒട്ടും കൊള്ളത്തില്ല. എന്തൊരു വൃത്തിയുടെ ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ കഴിച്ച് തീർത്തത്, പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് കഴിച്ച്. അത് അപ്പം തന്നെയാണ് അമ്മ പിന്നെയും മറ്റേ ഇന്നലത്തെ തിരണ്ടിയല്ലേ, സ്റ്റിംഗ്, അത് ബാക്കി കുറച്ചുണ്ടായിരുന്നു, അത് കൊണ്ടുവന്നമ്മ. ഇതിപ്പോൾ എന്തായാലും രാത്രി കഴിക്കുകയാണ്, ഇനി കഴിക്കാൻ നടത്തില്ല. ശരി, ബൈ.